നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി എസ് എ അജിംസ് ചേരുകയാണ്. അജിംസ്, ഈ 2 ദിവസം UDF-നെ സംബന്ധിച്ചും PV അൻവറിനെ സംബന്ധിച്ചും അതിനിർണായകമാണ്. UDF-ൽ എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചയും ഒരു ഭാഗത്ത് നടക്കുന്നു. എന്ത് തീരുമാനത്തിലേക്കാണ് UDF-ഉം ഒപ്പം അൻവറും എത്തിച്ചേരാൻ സാധ്യത? നൗഫലി, അൻവറിന്റെ വിട്ടുനിൽക്കൽ UDF-നെ സംബന്ധിച്ച് നിർണായകമല്ല എന്നാണ് UDF കരുതുന്നതെന്നാണ് UDF നേതാക്കളുടെ സംസാരത്തിൽ നിന്നും അവരുടെ ശരീരഭാഷയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സമ്മർദ്ദത്തിന് പാർട്ടിയോ മുന്നണിയോ വഴങ്ങേണ്ടതില്ല എന്നൊരു തീർപ്പിലേക്ക് UDF-ഉം കോൺഗ്രസും എത്തിയിട്ടുണ്ട്. അങ്ങനെ ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ പിന്നീട് അത് വലിയ തലവേദനയായി മാറും എന്ന് അവർ കരുതുന്നുണ്ട്. അതേസമയം തന്നെ അൻവർ ഇനി സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ തന്നെ അത് UDF-നെ എത്രമാത്രം പരിക്കേൽപ്പിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു കണക്കുകൂട്ടലും UDF-നുണ്ട്. ആ അൻവർ ഇനി മത്സരിച്ചാൽ പോലും തങ്ങൾക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും അവർക്കുണ്ട്. അത് ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങേണ്ട എന്നാണ് ഇന്ന് രാവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ നമ്മോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വരികൾക്കിടയിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഒരു ഉപാധിയും വെക്കേണ്ട, UDF-നെ പിന്തുണയ്ക്കുക എന്നല്ലാതെ അൻവറിന് മുമ്പിൽ മറ്റു വഴികളില്ല എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു വെക്കുകയാണ് AP അനിൽകുമാർ ചെയ്തത്. അപ്പോൾ അത് തന്നെയാണ് കോൺഗ്രസും UDF-ഉം ചിന്തിക്കുന്നത് എന്നതും വ്യക്തമാണ്. മറ്റൊരു കാര്യം, അൻവറിനെ സംബന്ധിച്ച് ഇപ്പോൾ 2 ദിവസം സമയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അൻവർ അത് ഒരു കൂളിംഗ് പീരീഡ് ആയിട്ടാണ് എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് തിരിച്ചറിഞ്ഞതിന് ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് തീരുമാനങ്ങൾക്ക് സമയം വരും. അതായത് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും കാര്യമായ പ്രതികരണം, ഒരു പോസിറ്റീവ് പ്രതികരണം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതേസമയം ആര്യാടൻ ഷൗക്കത്താകട്ടെ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് അദ്ദേഹം രാവിലെ തന്നെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹം 2 ക്രൈസ്തവ ദേവാലയങ്ങളും വൈദികരെയും സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം VV പ്രകാശിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇന്ന് ഇപ്പൊ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പാണക്കാട്ടെത്തും. പാണക്കാട് തങ്ങന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം തങ്ങളുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി അദ്ദേഹം പാണക്കാട് എത്തിയിട്ടുണ്ട്. അജിംസ്, അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് വൈകിട്ട് 7 മണിക്ക് കാന്തപുരം AP ഹൗസിലെ കൂടിക്കാഴ്ച നടക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം പരമാവധി ഓടി നടന്ന് ആളുകളെ കാണുക എന്നുള്ളതാണ്. ഇനി ഒരു പരസ്യ പ്രചാരണത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമാണ്. പക്ഷെ കനത്ത മഴയാണ്. ആ മഴയെ അവഗണിച്ചുകൊണ്ട് വലിയ തെരഞ്ഞെടുപ്പ് ആവേശം കോൺഗ്രസിന്റെ അണികളിൽ ദൃശ്യമാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, LDF-ന്റെ സ്ഥാനാർത്ഥി നിർണയം ഇതുവരെയും ആവാത്തതും LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അവ്യക്തത തുടരുന്നതും വലിയ തോതിലുള്ള ഒരു പ്രചാരണ വിഷയമായി തന്നെ UDF എടുക്കുന്നുണ്ട്. ഇന്ന് PC വിശ്വനാഥിന്റെ സംസാരത്തിൽ അതാണ് മനസ്സിലാക്കിയത്. എവിടെയാണ് LDF സ്ഥാനാർത്ഥി, മത്സരിക്കാൻ ഭയമാണോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളിലൂടെ പരമാവധി എതിരാളിയെ തുടക്കം മുതൽ ആക്രമിക്കുക എന്നൊരു ശൈലി തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. എന്തായാലും ഒരു നല്ല തുടക്കം ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചുണ്ടായി. അദ്ദേഹം രാവിലെ തന്റെ പിതാവിന്റെ കബറിടം സന്ദർശിച്ചപ്പോൾ നടത്തിയ ഒരു വൈകാരികമായ അദ്ദേഹത്തിന്റെ പ്രകടനം അത് അദ്ദേഹത്തിന് ഒരു വലിയ തോതിലുള്ളൊരു ഇമോഷണൽ അപ്പീൽ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹത്തിന് മുതൽ കൂട്ടാവുമെന്നും പലരും കരുതുന്നുണ്ട്. എന്തായാലും ഒരു തുടക്കം നന്നായി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചു. ആര്യാടൻ ഷൗക്കത്ത് ആ തുടക്കം ഇപ്പോഴും ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ അദ്ദേഹം പാണക്കാട് എത്തിയിരിക്കുകയാണ്. അവിടെ തങ്ങന്മാരുമായി അദ്ദേഹം സംസാരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്.